കൂത്താട്ടുകുളം അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് അനൂപ് ജേക്കബ് സംസാരിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ നടന്ന അവിടുത്തെ രാഷ്ട്രീയം മാറ്റിവെക്ക്, അവിടുത്തെ അവിശ്വാസ പ്രമേയ ചർച്ച മാറ്റിവെക്ക്, അവർ കൗൺസിലറാന്നുള്ള പദവി മാറ്റിവെക്ക്. ഒരു വിധവയായ സ്ത്രീ, ഒരു അമ്മ, അവർക്ക് നഗരമധ്യത്തിൽ പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയമായ വേണ്ടി വരുന്ന ദുരവസ്ഥയാണോ സാർ ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? സാറ് TPയെയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ വെട്ടിക്കൊന്ന കാടത്തം ഇപ്പോഴും തുടരുന്നു എന്ന സന്ദേശമല്ലേ പൊതുസമൂഹത്തിലേക്ക് ഇതുവഴി കൊടുക്കുന്നത്? ഇതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് സാർ കിട്ടുന്നത്? ഇതിൻ്റെ അകത്ത് ഈ വ്യക്തി കലാരാജു എന്ന് പറയുന്ന വ്യക്തി രൂക്ഷമായ ഒട്ടനവധി ആരോപണങ്ങളാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി അവരെ തകർത്തു കളഞ്ഞു, അവരുടെ വീടും സ്വത്തും നിസ്സാര വിലയ്ക്ക് വിൽപ്പിച്ചു. അതിനെതിരെ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ 2 ദിവസം മുമ്പ് പറയുന്നതിന് എത്രയോ മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി അവർ കത്ത് നൽകുന്നു. പാർട്ടി ഒരനക്കവും ചെയ്തില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല, അവർക്കെതിരെ അപ്രഖ്യാപിത ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. 25 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിനുണ്ടായ ദുരവസ്ഥയാണ് സാർ അവിടെ അവരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവർക്ക് അപമാനം നേരിടേണ്ടി വന്നപ്പോൾ അവിടെ നിങ്ങളീ ബഹളം വെക്കുന്നവരല്ല, അവിടെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകൾ, ഇടതുപക്ഷ സഹയാത്രികരുണ്ടല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഒരാൾ പോലും മിണ്ടുന്നില്ല എന്നുള്ളൂ, പേടിച്ചിട്ട്. സാർ അപ്പോൾ ഈ വ്യക്തിയെ അവരെ ശാരീരികമായും മാനസികമായിട്ടും മാത്രമല്ല സാമ്പത്തികമായും തകർത്തു എന്നുള്ളതാണ് സാർ. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത്? ശരവേഗതയിൽ ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ സാർ? ആ ശരവേഗത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. സെലിബ്രിറ്റികൾക്കുള്ള അഭിമാനം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് സാർ. ഇവിടെ FIR ഇട്ട് 3 ദിവസങ്ങൾ പിന്നിടുകയാണ്, ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തില്ല. ഇതിന് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വായിച്ച 4 പേര് സാർ, അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്ന 4 വ്യക്തികളാണ്. ആരുമല്ല അവര്, സ്ഥിരമായിട്ട് ഹാജരാക്കപ്പെടുന്ന കുറച്ചു പേര് മാത്രമാണ്. ആ 4 പേര് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവർ കൃത്യമായൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. CPMന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള അവരുടെ വാഹനം ഓടിച്ചുകൊണ്ടുപോയ വ്യക്തി അടക്കമുള്ളവരുടെ പേര് സഹിതം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കെതിരെ പോലും അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് ഒരു തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നറിയാവോ? UDF നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. വനിതാ കൗൺസിൽ, ഇടതുപക്ഷ കൗൺസിലർമാരെ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാറ് അവിടെ ഒരു കൗൺസിലറെയും ഒരു ഇടതുപക്ഷ കൗൺസിലറിനെയും UDFന്റെ നേതാക്കൾ ആരും തന്നെ ആക്രമിച്ചിട്ടില്ല. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം. നിയമവ്യവസ്ഥയിലും കോടതിയിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ തന്നെ പോയിക്കോളാം. പക്ഷെ കള്ളക്കേസ് എടുത്ത് തകർക്കാമെന്ന നിലയിലേക്ക് ആരെങ്കിലും കരുതൽ അത് വെറുതെ ആണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ ഈ വ്യക്തിക്കുണ്ടായ അനുഭവം നാളെ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനുള്ളത് സാർ. ഈ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അനവധി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വേഗമായ മറുപടികളാണ് എനിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത്. അവിടെ ഇൻഎഫിഷ്യൻസിയുടെയും അഴിമതിയുടെയും പര്യായമായി ആ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയും കൊള്ളയും മദ്യ മയക്കുമരുന്ന് മണ്ണ് മാഫിയകൾ വിലസുകയാണ്. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അഴിമതിയുടെ എല്ലാ അർത്ഥവും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് സാർ. ഈ കലാരാജു എന്ന് പറയുന്ന വ്യക്തി അത് ഒറ്റപ്പെട്ട സംഭവമായി അതിനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. നാളെ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ 1-2 പേര് ചേർന്ന് ആസൂത്രിതമായി നടത്തുന്നതല്ല. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. വളരെ കൃത്യമായ പിന്തുണ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം, സമഗ്രമായ ഉന്നത അന്വേഷണം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഇവരെ തട്ടിക്കൊണ്ടുപോയ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ, ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയണം. ആ ഉറപ്പാണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന വാക്ക് പൂർണ്ണതയിൽ ഉണ്ടാവേണ്ടതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിച്ച സ്ത്രീ സുരക്ഷ നമ്മുടെ കേരളം അതിന് മാതൃകയായി തന്നെയാണ് നിൽക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത
നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ്. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം കുത്തിയിരുന്നു പോയി എന്ന്. ആ കുത്തിയിരിക്കുന്നതിനിടയായ കാരണം എന്താണ്? സർ, അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നു. സ്വാഭാവികമാണ്, അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാൻ ആവശ്യമായ അന്തരീക്ഷം മറ്റ് ബഹളമൊന്നും ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതിയുടെ മുന്നാകെ ഒരു പെറ്റീഷൻ പോകുന്നു. ഹൈക്കോടതി പറയുന്നു ആവശ്യമായ സുരക്ഷയൊക്കെ ഒരുക്കണം. ആവശ്യമായ സുരക്ഷ എവിടെ ഒരുക്കുന്നു? അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സംഭവങ്ങളെ തുടർന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷൻ പോകുന്നു. ഹൈക്കോടതി ആ പെറ്റീഷൻ തീർപ്പാക്കി കഴിഞ്ഞു. കാരണം അതിൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ അവിടെ സ്വീകരിച്ചിരുന്നു എന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. സർ, അവിശ്വാസ പ്രമേയം വരുമ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ നിലവിലുള്ള ഭരണ വിഭാഗത്തിനെതിരെയുള്ള അവിശ്വാസം രേഖപ്പെടുത്താനാണ്. ആ അവിശ്വാസം രേഖപ്പെടുത്താൻ അവകാശം എപ്പോഴും അവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്, ഏത് പ്രതിപക്ഷത്തിനുമുണ്ട്. അങ്ങനൊരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ജനാധിപത്യപരമായ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു പോകണം. സർ, ഇവിടത്തേക്കാണ് വാദം പോകുന്നത്. ഒരു 25 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ആ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന CPIM-ൻ്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ LDF-ൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറെ അവിടുന്ന് മാറ്റിയെടുക്കാൻ ഉള്ള നീക്കം നടത്തിയെന്നാണല്ലോ. സർ, ഇവിടെ രാഷ്ട്രീയമായി അഭിപ്രായമുള്ളത് ചില ഘട്ടത്തിൽ മാറിയെന്ന് വരാം. ആർക്കും അതിന് തടുക്കാൻ കഴിയില്ല. ചില ഘട്ടത്തിൽ ചിലർ ഏതൊരു പാർട്ടിയിൽ നിന്നും മാറിപ്പോയി എന്ന് വരും. അത് UDF-ൻ്റെ ഭാഗമായാലും LDF-ൻ്റെ ഭാഗമായാലും ഇനി UDF-ലെ ഘടകകക്ഷികളായാലും LDF-ലെ ഘടകകക്ഷികളായാലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. സർ, അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നുകൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത്? സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ? സ്ഥാനം രാജിവെച്ച് പോകണ്ടേ? നിങ്ങളിപ്പോൾ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ കാതലായ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് വളരെ പ്രധാനമാണല്ലോ. നിങ്ങളൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക, നമ്മുടെ നാട്ടിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക. ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ? അതാണോ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അംഗം അത്തരമൊരു വാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ നേതൃത്വത്തിലാണല്ലോ UDF പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ്സിന് ഇത് അംഗീകരിക്കാൻ കഴിയും? സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? രാജിവെച്ച് പോവുകയല്ലേ വേണ്ടത്? സർ, അതിൻ്റെ ഭാഗമായി അവിടെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളത് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ കാണേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കണമെന്ന് സാധാരണഗതിയിൽ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. അത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണതയല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കണം. ഇവിടെ ഉണ്ടായ പ്രശ്നം ആ
കലാരാജു എന്ന് പറയുന്ന മഹതിക്ക് ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചു പോകും. അതിൻ്റെ ഭാഗമായി മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. ഇവിടെ എതിരായി കേസ് വന്നു എന്ന് പറയുന്നത് അത് കള്ളക്കേസും മറ്റതെല്ലാം ശരിയായ കേസും എന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറയുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു, വഴി മുടക്കലല്ല, ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടുണ്ട്, മറ്റാളുകളും ഉണ്ടായിരുന്നു, പിന്നെ മറ്റാളുകളും വന്നു ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായ നിയമ നടപടികൾ സ്വീകരിച്ചു പോകട്ടെ. നിയമ നടപടികളുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അത് ഗൗരവമായി തന്നെ കാണുന്നതാണ്, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അവരുടെ പരാതി ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും തന്നെ മറുപടിയിൽ. പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത്. സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം. സർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു. അപ്പുറത്ത് CPM എന്താ ചെയ്തത്? അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത്. CPM ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റാക്കി. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളതാണ് ചെയ്തത്. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റാക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന്. വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോൾ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം. മനസ്സിലായില്ലേ? ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കുകയാണ്. സർ, പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാർ. എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാം? ഇതിൻ്റെ 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കുകയാണ്. ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിൽപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട്. സാർ, സങ്കടം വന്നിട്ടാണ്, കടബാധ്യത വന്നിട്ടാണ്. ഒരുപാട് പരാതി അയച്ചു. അവർക്കൊരു പരാതിയുണ്ട്. ഇനി അവർ തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയല്ലോ ന്യായീകരിക്കാമോ? എന്താ അവരോട് ചെയ്തത്? ബഹുമാനപ്പെട്ട പിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയ. അവരുടെ വസ്ത്രാക്ഷേപം നടത്തി, അവരുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച്, അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല. നഗരസഭയിലെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവം സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി. കൂത്താട്ടുകുളം നഗരസഭയിലെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അനൂപ് ജേക്കബാണ് നോട്ടീസ് നൽകിയത്. കൗൺസിലറിന്റെ മകന്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി മറുപടി നൽകി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയുണ്ടായി. ഭരണപക്ഷ ബഹളം ഇപ്പോഴും സഭയിൽ തുടരുകയാണ്. ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.